ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ പരമേശ്വരൻ തന്റെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാതെ പോയതിന്റെ നിരാശയിൽ വരുണിനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ തോറ്റുപോയടാ മോനെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പരമേശ്വരനും അടുത്തു നിന്ന് മുത്തശ്ശിയും ഒപ്പം പത്മിനിയും വിഷമത്തോടെ മക്കളെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ തൊട്ട് പിന്നിൽ നിന്ന് ഉർവശിയും കൽപ്പനയും പറഞ്ഞു, ഇനി എന്തായാലും സുകുമാരിയമ്മയുടെ സ്വഭാവം വെച്ച് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് സാധ്യത. ഇനി വരുണിന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്ക ഒഴിവാകു പോകുമെന്ന് ആരും കരുതേണ്ടതില്ല. അവര് പറ്റാവുന്ന രീതിയിലെല്ലാം അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന പത്മിനി ഭയത്തോടെ രാധികയുടെ കൈ പിടിച്ചു. ഇത് കണ്ടതോടെ ജയഭാരതി മുത്തശ്ശി ദേഷ്യത്തോടെ അടുത്തു നിന്ന ഉർവശിയോടും കൽപ്പനയോടും പറഞ്ഞു, രണ്ടെണ്ണത്തിനും നാക്ക് വളച്ചാൽ ഈ കുടുംബത്തിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാനേ അറിയൂ, അല്ലാതെ ഒന്നും രണ്ടിന്റെ നാവിൽ നിന്ന് ഒരു നല്ല വാക്ക് പോലും വരില്ല. മാത്രമല്ല, ഈ കുടുംബത്തിന് എന്ത് വിഷമം സംഭവിച്ചാലും അതൊക്കെ ആഘോഷിക്കുക എന്നതാണല്ലോ നിങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹവും അത് മാത്രമാണല്ലോ രണ്ടിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുമ്പോഴേക്കും, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ മുത്തശ്ശി ഞങ്ങളോട് ദേഷ്യപ്പെടുന്നതെന്നായിരുന്നു കൽപ്പനയുടെ ചോദ്യം. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, മതി മതി, നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പോഴും ഈ വീട്ടിൽ നീ നിന്ന് പോകുന്നതും നീ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഞങ്ങൾ കണ്ണടച്ച് അത് ക്ഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുൻപേ നീ ഇവിടുന്ന് പുറത്താകുമായിരുന്നു. ഇപ്പോ അന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണല്ലോ ഈ വീടിനകത്ത് നിന്ന് ഇവിടെയുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ രാധിക വേഗം പരമേശ്വരനെയും വരുണിന്റെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും രാധികയെ നോക്കി പരമേശ്വരൻ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട. അച്ഛൻ നൽകിയ വാക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയെ ഒഴിവാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യും. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തിരിക്കും. മോള് പ്രാർത്ഥിക്കുന്ന ഭഗവാൻ അതിനുള്ള അവസരം നമുക്ക് തരും. മോള് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ ഒരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഉടനെ അകത്ത് നിന്ന ഉർവശിയും കൽപ്പനയും പറഞ്ഞു, ആ വരുന്നത് സുകുമാരി അമ്മയും പ്രിയങ്കയും തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോഴാണ് അകത്തേക്ക് ശ്യാമ കയറി വന്നത്. ശ്യാമ വരുന്നത് കണ്ടതോടെ ആകെ അതിശയമായി. പെട്ടെന്ന് രാധിക ആകെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അങ്ങനെ വിഷമിച്ച് വാതുക്കലേക്ക് പോകുമ്പോഴേക്കും രാധിക സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന ശ്യാമ ചോദിച്ചു, എന്തു പറ്റി മോളെ, എന്തിനാ മോള് വിഷമിക്കുന്നത്, എന്തിനാ മോള് കരയുന്നത് എന്ന് ചോദിച്ച് ശ്യാമ രാധികയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും രാധിക വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോ രാധികയുടെ ആ വേദന കണ്ടപ്പോ കാര്യം അന്വേഷിച്ച ശ്യാമയോട് ഉടനെ അടുത്ത് നിന്ന ഉർവശിയും കൽപ്പനയും വിളിച്ചു പറഞ്ഞു, അതെ, അത് വേറൊന്നുമല്ല, ഇന്ന് അച്ഛൻ അവർക്ക് 25 കോടി കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് പ്രിയങ്കയ്ക്ക്. ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ സങ്കടമാണ് രാധികയും വരുണും ഇപ്പൊ ഇങ്ങനെ വിഷമിച്ചു നിൽക്കാൻ കാരണമെന്നറിയിച്ചു. ഉർവശിയും അതിനെ സപ്പോർട്ട് ചെയ്ത് ശ്യാമയോട് പറയുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയുടെ ശല്യം ഒഴിവാക്കാൻ കഴിയാത്തതിന് നിരാശയാണ് രണ്ടുപേർക്കും എന്ന് പറഞ്ഞ് എല്ലാവരും അതിന്റെ സങ്കടത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമ പറഞ്ഞത്. ശ്യാമ സംശയത്തോടെ വരുണിനെയും രാധികയും നോക്കി. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ശ്യാമ മേഡം, ഞങ്ങള് വക്കീൽ ഓഫീസിൽ നടന്നുവെന്നും ഇവിടെ വന്ന് പറഞ്ഞില്ല എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ശ്യാമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇത് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കിയ ശ്യാമ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി ഞാൻ മാറ്റി. ഇവിടുന്ന് പണം കണ്ടെത്താൻ സമയം വൈകിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ആ പണവുമായി വക്കീൽ ഓഫീസിൽ ചെന്ന് പ്രിയങ്കയ്ക്ക് ആ പണം നൽകിയെന്നും ഇനി പ്രിയങ്കയുടെ ഉപദ്രവം ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്നും ഉറപ്പ് നൽകിയത് കേട്ട് അതിശയത്തോടെ പത്മിനി ചോദിച്ചു, എന്നിട്ട് ഇവർ രണ്ടുപേരും ഇക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമയെ രാധികയെ നോക്കിയപ്പോ കള്ളച്ചിരിയോടെ ശ്യാമ അങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും പരമേശ്വരൻ ചോദിച്ചു, എന്താ മോനെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ വീണ്ടും പറ്റിക്കുകയാണോ ചെയ്തത്? ഇവിടെ വന്ന് ഞങ്ങളോട് ഈ സത്യം നിങ്ങൾ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും വരുൺ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഇവിടെ വന്ന് അച്ഛനോടും എല്ലാവരോടും ഈ സത്യം പറയണമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. കണിമംഗലത്തേക്ക് വന്ന് കയറിയപ്പോ ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കാതെ പോയതിന്റെ ആഘോഷത്തിന് കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്ന ഏട്ടത്തിയെയും ചെറിയമ്മയാണ്. പ്രിയങ്കയ്ക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് അവരെ സംബന്ധിച്ച് സന്തോഷമാണെന്ന് അറിയിച്ചപ്പോ ഞങ്ങൾ പിന്നെ അതിനൊപ്പം നിൽക്കാമെന്ന് കരുതി. അതുകൊണ്ട് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി വെറുതെ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് പറ്റിച്ചതാണെന്ന് വരുൺ അറിയിച്ചപ്പോ ഇത് കേട്ട് നിന്നോടെ കൽപ്പന പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും അല്ല, ചെറിയമ്മയ്ക്ക് ഒരു കേക്ക് തിന്നണമെന്നൊരു ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒരു കേക്ക് ഓർഡർ ചെയ്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് നിന്ന രാധികയും വരുണും ഉടനെ കൽപ്പനയോട് പറഞ്ഞു, വേണ്ട ഏട്ടതി,
എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏടത്തി ഇനി അതിനെ ചൊല്ലി ഇനി ഇവിടെ നിന്ന് ഈ ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ നിലത്ത് വീണ് ഉരുകേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇതെല്ലാം കേട്ട് നിന്ന മുത്തശ്ശി പറഞ്ഞു, എങ്കിലും എന്റെ മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ ചില്ലറയൊന്നും അല്ല തീ തീറ്റിച്ചത് കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ സങ്കടം പറയുമ്പോഴേക്കും ശ്യാമ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, എന്തായാലും ഇവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇവരെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മൾ ഇനി അവർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് മറ്റെന്തിനേക്കാളും വലുത്. എനിക്കുള്ളതെല്ലാം എൻ്റെ മോൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പണവും ഇവരുടേത് തന്നെയാണ്. അതോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടും കണ്ടും അങ്ങനെ നിൽക്കുന്ന രാധികയെ നോക്കി പത്മിനി ചോദിച്ചു, എൻ്റെ മോളെ, ഇനിയെങ്കിലും ആ കണ്ണിലെ കണ്ണുനീരങ്ങ് തുടച്ചു കള, വെറുതെ ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും രാധിക വേഗം മുഖത്തെ കണ്ണുനീര് തുടച്ചിട്ട് എല്ലാവരെയും നോക്കി ഒരു കള്ളച്ചിരിയോടെ രാധിക അങ്ങനെ നിന്നു. സോറി അമ്മേ എന്ന് പറഞ്ഞ് എല്ലാവരോടും സോറിയും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വരുൺ അറിഞ്ഞു, അതെ, ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണല്ലോ. അപ്പോഴേക്കും ഇനി അവിടെ നിൽക്കുന്നത് ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ കൽപ്പനയും ഉർവശിയും അവിടുന്ന് തടി തപ്പാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, അവിടെ നിന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, രാധിക മോളെ, എന്താ ഈ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമ രാധികയോട് പറഞ്ഞു, മോളെ, ഈ കുടുംബത്തിലെ എന്നും സമാധാനവും സന്തോഷവും നമ്മളാൽ ഉണ്ടാക്കണം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്യാമയും രാധികയും കൂടി അകത്തേക്ക് കയറി പോകുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന വരുൺ പറഞ്ഞു, അതെ, എല്ലാവരും അങ്ങ് അകത്തേക്ക് വന്നേ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് ചെന്ന് ഭഗവാനോട് നന്ദി അറിയിക്കുകയാണ്. രാധികയും ശ്യാമയും പൂജാമുറിയിൽ അവിടെ കൃഷ്ണ വിഗ്രഹത്തിനരികിൽ ചെന്ന് നിൽക്കുമ്പോൾ ശ്യാമയ്ക്ക് മുന്നിൽ വെച്ച് രാധിക ആ തിരി തെളിയിച്ചു. എന്നിട്ട് പ്രാർത്ഥനയോടെ അവരെല്ലാവരും അങ്ങനെ നിന്നു. ദൈവത്തിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ശ്യാമയും രാധികയും എന്നും സന്തോഷപൂർവ്വം ഒരുപാട് നാള് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി പ്രിയങ്ക എന്നുള്ള ആ വലിയൊരു വിപത്ത് എന്നേക്കുമായി ഒഴിഞ്ഞു പോയെന്ന് സന്തോഷത്തോടെ അറിയിക്കുമ്പോൾ അത് കേട്ട് വരുണും രാധികയും പരസ്പരം നോക്കി. എന്നാൽ ഇതിലൊട്ടും ഇഷ്ടപ്പെടാതെ നിന്ന പ്രിയങ്കയുടെയും പ്രിയങ്കയുടെയും സുകുമാരി അമ്മയുടെയും ആ നിർബന്ധത്തിന് വഴങ്ങി അത്രയും കോടിത്തുക കൊടുത്തെങ്കിലും അവൾ എന്നേക്കുമായി വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് കൽപ്പനയ്ക്കും ഉർവശിക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി. അതിനെക്കുറിച്ച് ഓർത്ത് നിരാശയോടെ അവർ നിൽക്കുമ്പോൾ വരുണിനോടും രാധികയോടും മുത്തശ്ശിയുടെയും അച്ഛന്റെ അമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനും ഇനി നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ ദിവസങ്ങൾ ഇനിയാണെന്നും യഥാർത്ഥത്തിൽ എന്റെ മക്കൾ ജീവിച്ചു തുടങ്ങേണ്ടത് ഇനിയാണെന്നും ശ്യാമ അറിയിച്ചു. അങ്ങനെ മുതിർന്നവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ച് രാധികയും വരുണും അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ രാധികയ്ക്കും വരുണിനും അനുഗ്രഹം നൽകുകയാണ്. രാധികയും വരുണും ചേർന്ന് ശ്യാമയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചപ്പോ മറ്റെന്തിനേക്കാളും എൻ്റെ മക്കൾക്ക് എന്നും സഹായവും അനുഗ്രഹവുമായി ഭഗവാൻ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാതുക്കൽ ആരോ വന്ന ശബ്ദം, കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും ഞാൻ നോക്കാം അമ്മേ എന്ന് പറഞ്ഞ് രാധിക വേഗം വാതുക്കലേക്ക് ചെന്നു. അപ്പോഴാണ് അവിടെ ഡെലിവറി ബോയ് വന്നത്. ഇവിടെ നിന്ന് കേക്ക് ഓർഡർ ചെയ്തിരുന്നല്ലോ, അതുമായി വന്നതാണെന്ന് പറഞ്ഞപ്പോ അത് കേട്ട് രാധിക വേഗം ആ കേക്ക് വാങ്ങിച്ചു. എന്നിട്ട് അതുമായിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അരികിലേക്ക് എത്തി. ഉടനെ പരമേശ്വരൻ പറഞ്ഞു, എന്തായാലും ഈ ഒരു സന്തോഷം നമുക്ക് ആഘോഷിക്കുക തന്നെ ചെയ്യാം. കേക്ക് ഓർഡർ ചെയ്തതല്ലേ, അത് നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ രാധികയും അത് അടുത്ത് നിന്ന ഉർവശിയുടെയും കൽപ്പനയുടെയും കയ്യിലേക്ക് കൊടുത്തു. കൽപ്പന പറഞ്ഞു, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞാൽ പറ്റില്ല, ഏടത്തി ഓർഡർ ചെയ്ത് കേക്ക് ഏടത്തിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് വളരെ നിർബന്ധപൂർവ്വം അത് കൽപ്പനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ആ കേക്ക് കട്ട് ചെയ്യുകയും ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ശ്യാമയും അവരോടൊപ്പം നിന്നു. അങ്ങനെ കുടുംബത്തിന്റെയും തന്റെ മക്കളുടെയും ഒക്കെ സന്തോഷത്തിനും സമാധാനത്തിനും ഒപ്പം നിന്ന് അങ്ങനെ വരുണിനും രാധികയ്ക്കും അവരുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രിയങ്ക എന്നുള്ള ശാപം ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷം അവർ ആ കേക്ക് കട്ടിയത് ആഘോഷിക്കുമ്പോൾ ആറ്റുവാശ്ശേരിയിലേക്ക് സുകുമാരി അമ്മയും പ്രിയങ്കയും കയറി വരികയാണ്. കോടി വേണോ കോടി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സുകുമാരി അമ്മയുടെയും പ്രിയങ്കയുടെയും ബഹളം കേട്ട് ഇത് ആരാണെന്നറിയാനായും ദേവനാരായണനും യശോദയും വേഗം വാതുക്കലേക്ക് ചെന്നു. അപ്പോഴേക്കും കോടി കണ്ടോ കോടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുകുമാരി അമ്മയുടെ ബഹളം. ഇത് കേട്ടതോടെ ദേവനാരായണൻ ചോദിച്ചു, അതെ, എന്തിനാ ഇവിടെ വന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ആരെങ്കിലും വീണ്ടും
ഏതെങ്കിലും രീതിയിൽ കബളിപ്പിച്ചോ വെട്ടിച്ചോ പണവും കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ദാ ഇത് കണ്ടോ, ഇത് കോടികളാണ്, കോടികൾ, മനസ്സിലായോ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ചെക്ക് പ്രിയങ്കയും സുകുമാരി അമ്മയും കൂടി ദേവനാരായണനെ കാണിച്ചു. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, അതെ, ഇത്രയും വലിയ തുക കണ്ട് എന്റെ കഞ്ഞു മഞ്ഞളിക്കൊന്നുമില്ല. കാരണം എനിക്ക് പരിചയം നാണയങ്ങളും ചെറിയ ചെറിയ ചില്ലറ നോട്ടുകളുമാണ്. അതുമാത്രം എനിക്ക് കാണുന്നതാണ് എൻ്റെ സമാധാനവും സന്തോഷവും. വലിയ വലിയ കോടികളുടെ കണക്ക് പറഞ്ഞാലും കോടികളുടെ പിന്നാലെ പോയാലും ഒരിക്കലും സമാധാനം കൈവരില്ല എന്നതാണ് സത്യം എന്ന് ദേവനാരായണൻ അറിയിച്ചു. ഇത് കേട്ടതോടെ സുകുമാരിയമ്മ പറഞ്ഞു, അല്ലെങ്കിലും ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, വെറുതെ നമുക്കിങ്ങനെ പറയാമെന്നല്ലാണ്ട്. അതുകൊണ്ട് മോള് വന്നേ, നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ പറഞ്ഞു, വേണ്ട, ഈ പണവുമായി വീടിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഇതുമായി അകത്തേക്ക് കയറിയാൽ തൊട്ടു പിന്നാലെ ഈ പണവും ആവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെ എവിടേക്ക് വരിക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. അമ്മയും പ്രിയങ്കയും ഇവിടേക്ക് കയറാൻ പാടില്ല, മറ്റെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണനോട് സുകുമാരിയമ്മ ബഹളം വെച്ച് ചോദിച്ചു, അത് ശരി, അത്രയ്ക്കായോ? അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, അതെ, ഇവിടെ സ്ഥാനങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലമുണ്ട്. അന്ന് കൃത്യമായി ഈ കുടുംബത്തിൻ്റെ നന്മയും ഈ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷം അതുപോലെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കാണ് വഴിതെളിക്കുക. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അത് ഞാൻ അനുവദിക്കില്ല. അമ്മയെന്നുള്ള സ്ഥാനം പോലും മറന്ന് ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടും. അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നത് നല്ലതെന്ന് ദേവനാരായണൻ കർക്കശമായി പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്നു സുകുമാരി അമ്മയും പ്രിയങ്കയും.